ബി.ജെ.പിയിലും ഫണ്ട് വെട്ടിപ്പ് വിവാദം. 17 ചാക്കുകളിലായി പണം എത്തിയെന്ന് ബി.ജെ.പി മുൻ ഓഫീസ് സെക്രട്ടറി അക്ഷയ്. 25 കോടിയുടെ കള്ളപ്പണം എത്തി. ഇടപാട് അറിഞ്ഞതോടെ തന്നെ പുറത്താക്കി. CCTV ഓഫ് ചെയ്യാൻ പറഞ്ഞതായും അക്ഷയ് വെളിപ്പെടുത്തി. ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ ആണ് ഞാൻ പറയുന്നത്. CCTV ഓഫ് ചെയ്യാനായിട്ട് എന്നോട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് സുജയ് സേൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വന്നതിന് ശേഷം എനിക്ക് CCTVയുടെ പോയിട്ട് അവിടെയുള്ള ഈ എന്താ പറയുക ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയമാകുമ്പോൾ ഒന്ന് മാറി നിന്നാൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും കാരണം പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായതുകൊണ്ട് ഞാൻ ഇനി അവിടെ തുടരുന്നത് അവർക്ക് ആപത്ത് എന്നുള്ളൊരു ആലോചനയിലായിരിക്കാൻ മാറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച വാർത്ത വ്യാജമെന്ന് ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ വിശദീകരണം. സ്വഭാവ ദൂഷ്യത്തെ തുടർന്നാണ് അക്ഷയെ പുറത്താക്കിയത്. നിയമ നടപടി സ്വീകരിക്കുമെന്നും ജസ്റ്റിൻ പറഞ്ഞു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, എന്താണ് മറ്റു വിശദാംശങ്ങൾ? 5 നവംബർ മുതൽ ഈ കഴിഞ്ഞ 14-ാം തീയതി വരെ ബി.ജെ.പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു താൻ എന്നുള്ളതാണ് അക്ഷയ്യുടെ അവകാശവാദം. അക്ഷയ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി ഓഫീസിലേക്ക് വലിയ തുക എത്തി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും മറ്റുമായി ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷവും ഈ തുകയിൽ വലിയൊരു ശതമാനം ബാലൻസ് ഉണ്ടായിരുന്നു. ഈ പണം മടക്കി നൽകേണ്ട ബി.ജെ.പി നേതാക്കൾ അത് കേന്ദ്ര നേതൃത്വത്തിനോ ഫണ്ട് അനുവദിച്ച കേന്ദ്രങ്ങൾക്കോ തിരികെ നൽകാതെ അത് സ്വന്തം നിലയിൽ മാറ്റി എന്നുള്ളതാണ് അക്ഷയ്യുടെ പ്രധാനപ്പെട്ട ആരോപണം. 17 ചാക്കുകളിലായി ഏകദേശം 25 കോടിയോളം രൂപ ഇത്തരത്തിൽ ബി.ജെ.പിയുടെ ചില നേതാക്കൾ ചേർന്ന് കൈകാര്യം ചെയ്തുവെന്നും പിന്നീട് അത് രഹസ്യമായി ഓഫീസിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് മാറ്റി എന്നുമുള്ളതാണ് അക്ഷയ് ആരോപിക്കുന്നത്. 25 കോടി രൂപയോളം ഇതുണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. ഇതെല്ലാം ഈ പണം എത്തുന്നതും അത് പിന്നീട് മാറ്റുന്നതും അതിനെല്ലാം താൻ ദൃക്സാക്ഷിയായിരുന്നു. ഈ തുകയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് നൽകേണ്ട, അതായത് ബി.ജെ.പി അനുവദിച്ച ഇലക്ഷൻ ഫണ്ട് മറ്റ് തലങ്ങളിലേക്ക് തിരികെ നൽകേണ്ടതിൽ 1 കോടി രൂപ മാത്രം ഒരു തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ കയറ്റി വിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു. അതിന് താൻ ദൃക്സാക്ഷിയായിരുന്നു. ശേഷിച്ച തുക ഇത്തരത്തിൽ അത് നേതാക്കളായിട്ടുള്ള ചിലർ ചേർന്ന് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അക്ഷയ് ആരോപിക്കുന്നത്. ഈ പണത്തിന്റെ വിവരങ്ങൾ തനിക്ക് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ പിറ്റേന്ന് അടുത്ത ദിവസം ജോലിക്ക് എത്തിയപ്പോൾ താൻ ഇനി തുടരേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം ഈ നേതാക്കളായ ചില ആളുകൾ ചേർന്ന് നൽകുകയായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് തനിക്കറിയാം, പിന്നീട് അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വിശദമായി തന്നെ പറയാമെന്നുള്ളതാണ് അക്ഷയ് പറയുന്നത്. ഈ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുകയാണ് ബി.ജെ.പി ജില്ലാ നേതൃത്വം. ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ചില മാധ്യമങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ നടക്കുന്നു, വ്യാജ പ്രചരണമാണ്, സ്വഭാവ ദൂഷ്യത്തെ തുടർന്നാണ് ഇത്തരത്തിൽ അക്ഷയിനെ പുറത്താക്കിയത്, ഇയാൾ ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരൻ മാത്രമായിരുന്നു എന്നുള്ളതാണ് ജില്ലാ പ്രസിഡന്റിന്റേതായിട്ടുള്ള വിശദീകരണം വന്നിട്ടുള്ളത്. ഏതായാലും സംസ്ഥാന വ്യാപകമായി ബി.ജെ.പിക്കെതിരെ ഫണ്ട് വിവാദങ്ങൾ, തട്ടിപ്പുകൾ, ക്രമക്കേടുകൾ, സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ളൊരു ആരോപണം കൂടി വന്നിരിക്കുന്നത്. ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആളെന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ഷയ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും ബി.ജെ.പിയെ സംബന്ധിച്ചുകൊണ്ട് ഈ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ അവർക്ക് സംഘടനാപരമായി തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല.